ഒരു തറയിൽ വീഴുന്നൊരു ഷോട്ട് പോലും അവർ എടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അവർ അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് തങ്ങളെ കണ്ടതിന് ശേഷം പലതവണ അതായത് ഡിസംബറിൽ ഇത് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഞാൻ ഈ തങ്കളാണ് ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തത്. അന്നെന്താ എനിക്ക് തങ്കളാനായിട്ട് പോയി സിനിമ കണ്ടുകൂടെ എന്നൊരു വിഷ്വൽ എനിക്ക് അന്ന് വരെയും അതിനുവേണ്ടി അന്നേ പ്ലാൻ ചെയ്തിരിക്കാം. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പൊളിക്കേട്ടോ അന്നേ വേണം തങ്കളാനായിട്ട് വന്ന് എനിക്ക് പടം കാണാനും വേണ്ടി ഈ ആഗ്രഹം സാധിക്കാൻ പറ്റും. എനിക്ക് വിക്രത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നാ നിങ്ങൾ എനിക്ക് പാക്കണം, பேசணும், பழகணும், கூட சேர்ந்து நடிக்கணும். அதான் என்னோட பெரிய ஆசை. நிறைய ஆசைகள் இருக்கு. இது என்னோட சின்னதாக ஒரு பெருசாக ஒரு ஆசை. உங்களை எனக்கு நேரில் பார்க்கணும். இங்கே கொல்லத்தை வந்திருக்கேன். நான் அங்கே வரல, சத்தியமாக வரல. எனக்கு நேரில் பார்க்கணும் அப்படின்னு பார்த்தபோது அது உங்களை எனக்கு பார்க்கணும், நேரில் பார்க்கணும். அதுக்கு தான் இதெல்லாம் அதுக்கு தான் நான் செஞ்சுட்டு இருக்கேன். வருவேன், இங்கே வருவேன். ஸ்கெட்சு பண்ணியிருக்கேன், அண்ணா ஸ்கெட்சு பண்ணியிருக்கேன். அது மட்டும்தான். ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞാനും ഒരു പച്ചയായ മനുഷ്യനാണ്. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ചാൽ കോസ്റ്റ്യൂമറായിരുന്നു. പിന്നെ ഇപ്പോൾ ആർട്ട് കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. ചേട്ടൻ തന്നെയാണോ ഇത് മൊത്തം ഡിസൈൻ ചെയ്തത്? ഞാൻ തന്നെയാണ് എല്ലാം. ഇത് ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് വെട്ടിയെടുത്ത കൊമ്പാണ്. ആണല്ലേ? നടത്തരുത്. ഇത് ഉറപ്പായിട്ടും വിക്രം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വന്ന് കാണും. അത്രയ്ക്ക് ഉണ്ട്. അത്രയ്ക്ക് വിക്രം കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. മേക്കപ്പാണ് പുള്ളി അത്രയ്ക്ക് പെർഫെക്ഷനിലാണ് എല്ലാം ചെയ്ത് മേക്കപ്പ്. പിന്നെ എനിക്ക് എൻ്റെ ഫിഗർ ഇതാണ്ട് ആപ്റ്റ് ആവുമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു വേഷം ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു വേഷം ചെയ്തില്ല. കാരണം എനിക്ക് എൻ്റെ ഇവിടെ കുറച്ച് മുടി കുറവാണ്. പിന്നെ ഏതാണ്ട് ഈ പടത്തിൽ കണ്ടതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ആക്ഷൻ കാണിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഇൻസ്പയർ ആയ വിധത്തിലെ ആക്ഷൻ അതുകൊണ്ട് കാണിച്ച് കഴിച്ചായിരുന്നു. എങ്കിലും കണ്ടപ്പോൾ പടം കണ്ടപ്പോൾ എന്താ வார்த்தையெல்லாம் பேசல. அது வேற மாதிரி இருந்தது. எனக்கு ரொம்ப பிடிச்சது. பேச தெரியாதவங்க எப்படியெல்லாம் பேசுவோம் அப்படியெல்லாம் இது போட்டு பேசியிருக்கு. அது எனக்கு ரொம்ப பிடிக்கும். அந்த மாதிரி ட்ரை பண்ணிட்டு இருக்கேன். அந்த கேரக்டர்லாம் நல்லா இருக்கு. എന്നാ വിക്രത്തോടെ ഒരുപാട് ക്യാരക്ടറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. എല്ലാവർക്കും അതെങ്ങനെ തോന്നണമെന്നില്ല. കാരണം പടത്ത് എല്ലാവരും ചിലവർ ഈ വിക്രത്തിൻ്റെ ഈ പടം അല്ലെങ്കിൽ ഏത് പടവും കാണുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രതീക്ഷകളോട് വരും. അത് അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ആ പടം വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല. പക്ഷേ എനിക്ക് എന്നെ അങ്ങനെ അഭിനയിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. അത്ര കട്ട ഫാനാണ്. ഞാൻ ഫാനാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ക്യാരക്ടറാണ്. പിന്നെ ജീവിത സാഹചര്യം. വിക്രത്തിൻ്റെ ഒരേ ഒരു വേർഡാണ് എനിക്കിപ്പോഴും എൻ്റെ ലൈഫിൽ എനിക്ക് ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ട്രൈ பண்ணிட்டே இருக்கணும். உழைச்சேனா അതിനൊക്കെ റിസൾട്ട് വരും. എനിക്ക് റിസൾട്ട് வரும்னு நினைக்கிறேன். அதனால தான் இப்படியெல்லாம் செஞ்சுட்டு இருக்கேன். ஃபிலிம் இண்டஸ்ட்ரி தான் அதுக்கு தான் இந்த வேஷம் தான். வேற ஒன்றும் இல்லை. ஆரஞ்சு சார் பார்க்கோ ஓகேடா. ஏதாவது வேஷம் எடுக்கோ ஏதாவது இல்லை பெருசாக வரணும். அதனால தான் இதெல்லாம்.